ഐ ലവ് മുഹമ്മദ് വിവാദം ഉത്തർപ്രദേശിൽ സംഘർഷാവസ്ഥ. ബറേലിയിൽ ഫ്ളാഗ് മാർച്ച് നടത്തി പോലീസ്. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസിന് നേർക്ക് ബറേലിയിൽ ആക്രമണം നടന്നത്. ബറേലിയിൽ വർഗീയ ബാനറുകളുമായി അക്രമികൾ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഐ ലവ് മുഹമ്മദിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെ പലയിടത്തും നടന്നിരുന്നു. അത് ബോധപൂർവം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും. ഇപ്പോൾ നിലവിൽ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ വലിയ രീതിയിലുള്ള വർഗീയ ബാനറുകളുമായി അക്രമികൾ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതായുള്ള ചില രഹസ്യ സൂചനകൾ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നുണ്ടല്ലോ. എന്ത് നടപടികളാണ് ഇതിനെതിരെ ഉണ്ടാകുന്നത്? രോഹിണി, ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ്റെ മറവിൽ ഉത്തർപ്രദേശിലാകെ സംഘർഷത്തിന് തീവ്ര ഇസ്ലാമിക സംഘടനകൾ കളമൊരുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പല നഗരങ്ങളിലും ഇതനുസരിച്ച് ഐ ലവ് ബാനറുകളുമായി പലയിടങ്ങളിലും ഇത്തരം അക്രമികൾ തമ്പടിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും എവിടെങ്കിലും നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ അറിയിപ്പ് കിട്ടുന്ന പക്ഷം ഇവർ ഈ ഐ ലവ് ബാനറുകളുമായി, ഐ ലവ് മുഹമ്മദ് ബാനറുകളുമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുവാൻ അല്ലെങ്കിൽ തെരുവിലിറങ്ങി അക്രമം കാട്ടുവാനുള്ള സാധ്യതയാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഇത് കണക്കിലെടുത്ത ഉത്തർപ്രദേശിൻ്റെ വിവിധ മേഖലകളിൽ പോലീസ് വിന്യാസമടക്കം ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച സംഘർഷം നടന്ന ബറേലിയിൽ അവിടെ കൂടുതൽ പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ വനിതാ ബറ്റാലിയൻ്റെ കൂടുതൽ അംഗങ്ങളെ ഈ മേഖലയിലേക്ക്, ബറേലിയിലേക്ക് കൂടുതൽ വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ ഈ വനിതാ ബറ്റാലിയൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഫ്ലാഗ് മാർച്ച് നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇങ്ങനെ ബറേലിയിൽ ഇപ്പോൾ സുരക്ഷ അതീവ കർശനമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബറേലിയിലായിരുന്നു ഈ സംഘർഷങ്ങളുടെ വലിയൊരു ഭൂരിഭാഗവും സംഘർഷം നടന്നത്. അവിടെ ഇത്തിഹാദി മിലാദ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന, ഈ സംഘടന സ്ഥാപിച്ചത് മൗലാന തൗക്കീർ റസാഖ എന്നുള്ള ആളാണ്. ഇയാൾ ഈ സംഘർഷത്തിന്, ബറേലിയിലെ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തത് ഈ മൗലാന തൗക്കീർ റസാഖയാണ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 70-ലധികം പേരെ പോലീസ് ഈ ബറേലിയിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് വ്യക്തമാക്കിയിരുന്നത് ഈ സംഘർഷങ്ങളൊക്കെ തന്നെ ആസൂത്രിതമാണ്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും, ബീഹാറിൽ നിന്നും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നുമൊക്കെ ഉള്ളവരാണ്. ഉത്തർപ്രദേശിൽ നിന്നുമുള്ളവർക്കൊപ്പം തന്നെ ഇതര സംസ്ഥാനക്കാർ കൂടി ഇത്തരം ആക്രമണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമായി തന്നെ ആസൂത്രണം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരം ആക്രമണങ്ങൾ ഉത്തർപ്രദേശിൻ്റെ വിവിധ മേഖലകളിൽ ഇനിയും നടക്കുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് വിന്യാസം പല മേഖലകളിലും, പ്രത്യേകിച്ച് അയോധ്യ അടക്കമുള്ള നഗരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. വാരണാസിയിലും ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇത്തരം റോഡിൽ വലിയ രീതിയിലുള്ള മാർച്ചുകളും മറ്റും നടത്തുവാൻ വേണ്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെ തടയിടുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് വിന്യാസം ശക്തമാക്കിയിരിക്കുന്നത്. രോഹിണി, ശരി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.